Welcome back to Bina's Competitive Mastery Kodamangalam and also welcome to our English class. So we discussed the ballad of Father Gilligan by the famous Irish poet and the Nobel Prize winner for various of poets, and he's one and only the William Butler Yeats, right? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള ഒരു പോയം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ബലാഡ് തന്നെയാണിത്. ഒരു സാഡസ്റ്റ് സിറ്റുവേഷൻ, ഒരു പ്രീസ്റ്റിൻ്റെ സാഡസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഇന്നലെ പഠിച്ച ആ ഒരു ലാസ്റ്റ് സ്റ്റാൻസിൽ എന്തായിരുന്നു കണ്ടത്? ദ വുമൻ വാസ് സർപ്രൈസ്ഡ് ടു സീ ദ പ്രീസ്റ്റ്. വൈ ഹി വാസ് കം ഇൻ ദി ഏർലി മോർണിംഗ്. എന്തുകൊണ്ടായിരിക്കും? നമ്മൾ പറഞ്ഞു ഹി വാസ് ആൻ ഏഞ്ചൽ. ശരിക്കും ആ ഒരു പ്രീസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ദൈവത്തിൻ്റെ ഒരു ദൂതനായിട്ടില്ലെങ്കിൽ തൻ്റെ ഫ്ലോക്സിനോടുള്ള ആ ഒരു സ്നേഹം കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സങ്കടത്തിൽ നിന്നും കൂടി ഒരു എംപത്തറ്റിക്കലായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു പ്രീസ്റ്റിനെയാണ് നമുക്ക് ഈ ഒരു ബലാഡിൽ ത്രൂ ഔട്ട് കാണാൻ പറ്റുന്നത്, അല്ലേ? നിങ്ങൾക്കെല്ലാം മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു സ്റ്റാൻസാസ്, നമുക്കിനി 4 സ്റ്റാൻസാസും കൂടിയാണ് ഈ ഒരു ബലാഡിലുള്ളത്. ഓക്കെ, ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ബലാഡ് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് തുടങ്ങാം. 9th stanza. And is the poor man dead? He cried. He died an hour ago. The old priest Peter Gilligan in grief swayed to and fro. When you were gone, he turned and died. As merry as a bird, the old priest Peter Gilligan, he knelt him at that board. He who hath made the night of stars for souls who tire and bleed, sent one of these great angels down to help me in my need. He who is wrapped in purple drops, with planets in his care, had pity on the least of things asleep upon a chair. ഓക്കെ, ഈ സ്റ്റാൻസാസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കിത് വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലായോ? എന്തെങ്കിലും ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? കുറേ വേർഡ്സ് ഉണ്ടല്ലേ. എന്തൊക്കെയാണ്? ഗ്രീഫ്, സ്വേഡ്, നെൽറ്റ്, ബ്ലീഡ്, ഹാത്ത്, റോബ്സ്, റാപ്പ്, ഒരുപാട് വേർഡ്സ് ഉണ്ട്. സെൻറ്റൻസുകൾ കുറച്ച് ഡിഫിക്കൾട്ടാണല്ലേ. പല രീതിയിൽ നമ്മൾ നേച്ചറായിട്ട് കണക്ട് ചെയ്തില്ലെങ്കിൽ ഒരു സ്പിരിച്വാലിറ്റിയാണ് ഈ ഒരു കംപ്ലീറ്റ് ഒരു ഓവറോൾ ത്രൂ ഔട്ട് ഈ സ്റ്റാൻസയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു ലാസ്റ്റ് സ്റ്റാൻസയിൽ ആ സ്ത്രീ എന്തുകൊണ്ടാണ് ഞെട്ടിയത് ഫാദറിനെ കണ്ടപ്പോൾ. എന്തുകൊണ്ടാണ്? ദ ഫാദർ ഹാവ് ദ ലവ് ടു ദെയർ ഫ്ലോക്സ്, അല്ലെങ്കിൽ ആ ഒരു പാരീഷ്നേഴ്സിനോടുള്ളൊരു ലവ്, ഇല്ലെങ്കിൽ അവർക്ക് ലാസ്റ്റത്തെ ഒരു സാക്രമെൻറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമമാണ് നമ്മുടെ ഈ ഒരു പ്രീസ്റ്റിനെ ഈ ഒരു ത്രൂ ഔട്ട് ഈ ഒരു ബലാഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ പോയിറ്റ് പറയുന്നുണ്ട് നമ്മുടെ ഫാദർ എന്ന് പറയുന്നത് ആരായിട്ടാണ്? ഒരു ഏഞ്ചലിനെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു പിക്ചറൈസേഷനും ഒരു ഏഞ്ചൽ വന്ന് ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടുള്ളൊരു പടവും നമുക്ക് അവിടെ കാണാൻ പറ്റും. മനുഷ്യനെ ശുശ്രൂഷിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ലാസ്റ്റത്തെ ഒരു പ്രെയർ കൊടുക്കുന്നതായിട്ടും നമുക്ക് ആ ഒരു പിക്ചറിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയും ഒരു അബ്സ്ട്രാക്റ്റ് പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും എന്താണ്? ഒരു മനുഷ്യൻ്റെ ആ ഒരു മനസ്സും ഇല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റീനെ കാണിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് പിക്ചർ, ഒരു അബ്സ്ട്രാക്റ്റ് പിക്ചറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സമ്മറി അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാൻസയുടെ എന്താണ് അവിടെ മീൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിപ്പോവാം. And we will move to our first stanza. And is the poor man dead? He cried. ആരാണ് ഹീ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യെസ്, ദ ഫാദർ ഗിലിഗൻ ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? ആ പാവം മനുഷ്യൻ മരിച്ചോ എന്ന് ചോദിക്കുകയാണ്. ഹി ഡൈഡ് hour ago. കുറച്ച് മണിക്കൂറുകൾ മുൻപ് അദ്ദേഹം മരിച്ചു. The old priest Peter Gilligan in grief swayed to and fro. അപ്പോൾ പീറ്റർ ഗിലിഗൻ്റെ ആ ഒരു അവസ്ഥ എന്താണ് അവിടെ കാണിക്കുന്നത്? ആ ഒരു അവസ്ഥ കാണിക്കുന്നതാണ് ഏത് സ്റ്റാൻസ എന്ന് പറയുന്നത്? ലാസ്റ്റത്തെ ലൈൻ ദ ഗ്രീഫ് സ്വേഡ് ടു ആൻഡ് ഫ്രോ എന്ന് പറയുന്നത്. ഇൻ ഗ്രീഫ് സ്വേഡ് ടു ആൻഡ് ഗോ എന്ന് പറയുന്ന അതിൻ്റെ മീനിങ് എന്താണ് അവിടെ പറയുന്നത്? ഗ്രീഫ് എന്താ? നമ്മൾ പറഞ്ഞു ഗ്രീവൻസ് എന്ന് പറഞ്ഞാൽ ദുഃഖം ഇല്ലെങ്കിൽ സങ്കടം നിറഞ്ഞ ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഗ്രീഫ് എന്ന് പറഞ്ഞൊരു വേർഡ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു
പല പല മീനിങ്സ്, പല പല വേർഡ്സ് ഉണ്ട് പുറത്തുനിന്ന് യൂസ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് വരുന്ന വേർഡ്സ് ഉണ്ട്. അതിലൊരു വേർഡാണ് എന്ത്? ഗ്രീഫ്. ഗ്രീവൻസസ് എന്ന് പറയുന്നാൽ ദുഃഖം, ഗ്രീഫും ദുഃഖമാണ്. സ്വെയ് ടു ആൻഡ് ഫ്രോ. സ്വെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടെൻഷൻ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കില്ലേ, അതിനെയാണ് നമ്മൾ സ്വെയ്ഡ് എന്ന് പറയുന്നത്. ഐ സ്വെയ്ഡ് ടു ആൻഡ് ഫ്രോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വളരെ ദുഃഖിച്ച് നടന്നു എന്ന് പറയുന്ന ആ ഒരു ലൈനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഈ ലൈൻ നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു സമ്മറി പോർഷൻ ഒന്ന് നോക്കിക്കേ. In this stanza, the poet describes Father Gilligan asking the sick man's wife whether her husband had passed away, and the wife answering that he had, in fact, died just an hour ago. Father Gilligan was so distressed to hear this that he could not stand steady and began to sway. അപ്പോൾ ഫാദർ ചോദിക്കുന്നു, നമ്മുടെ വൈഫ് പറഞ്ഞു കുറച്ച് അവറിന് മുമ്പ് മരിച്ചു എന്ന് പറയുന്നു. അത് കേട്ടിട്ട് അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റുന്നില്ല എവിടെയും, അല്ലേ? സോ ഹി വാസ് സ്വെയിങ് ടു ആൻഡ് ഫ്രോ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനെ പറയുന്നതാണ് സ്വെയ്ഡ് എന്ന് പറയുന്നത് കേട്ടോ. ആ വേർഡും നിങ്ങൾ ഓർത്തിരിക്കുക. മനസ്സിലായില്ലേ ഈ സ്റ്റാൻസയുടെ മീനിങ്? നമുക്കിനി 10th സ്റ്റാൻസ എന്താണെന്ന് നോക്കാം. When you were gone, he turned and died. As merry as a bird, the old priest Peter Gilligan, he knelt him at that world. സോ എന്താണ് ഈ 10th സ്റ്റാൻസയിൽ പറയുന്നത്? When you were gone, he turned and died. As merry as a bird, the old priest Peter Gilligan, he knelt him at that world. നെൽത്ത് എന്ന് വെച്ചാൽ എന്താ? അതായത് മുട്ടുകുത്തി നിന്നുകൊണ്ട് എന്നുള്ളൊരു മീനിങ് ആണ് നെൽത്ത് എന്ന് പറയുന്നത്. അത് നീസിൻ്റെ പാസ് ഫോമാണ് എന്ത്? നെൽത്ത്. നമ്മളിവിടെ പറഞ്ഞിരുന്നു നേരത്തെ തന്നെ, എല്ലാ വേർഡ്സിൻ്റെയും പാസ്റ്റ് ഫോം അല്ലെങ്കിൽ ആ ഒരു സെഞ്ച്വറീസിൽ യൂസ് ചെയ്തിരുന്ന ഒരുപാട് ഇംഗ്ലീഷ് വേർഡ്സ് ഉണ്ട്. അതും ചെറുതായിട്ട് ഇവിടെ ആഡ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വേർഡ് ഉണ്ട്, അത് ഏതാണെന്ന് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? നമ്മൾ പറഞ്ഞ ആ ഒരു പഴയ വേർഡ് നിങ്ങളതൊന്ന് കണ്ടുപിടിക്കട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഏത് വേർഡാണ്. ഈ ഒരു സ്റ്റാൻസയിൽ നമുക്ക് ഒരു ഓൾഡ് ഇംഗ്ലീഷ് ഫോമും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീനിങ് നമുക്ക് നോക്കാം. ഇൻ ദിസ് സ്റ്റാൻസ the poet says that the sick man's wife told Father Gilligan that after he had left, her husband died a happy death. Hearing this, Father Gilligan knelt on the ground. ഇപ്പം എന്താ ഇതിൽ പറയുന്നത്? ആസ് മെറി ആസ് എ ബേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ഫ്രേസാണ് ശരിക്കും. അതിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പി ഡെത്തിനെ കാണിക്കുന്ന ഒരു ഫ്രേസ് ആയിട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടോ? വെൻ യു വർ ഗോൺ, നിങ്ങൾ ഫാദർ ഇന്നലെ വന്ന് പോയല്ലോ, അത് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം മരിച്ചു എന്ന് പറയാണ്. അതിൻ്റെ മീനിങ് എന്താണ്? ഓക്കെ, സിക്ക് മാൻ ഇല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു മരണാവസ്ഥയിലുള്ള ഒരു തലേ ദിവസം വന്ന് നമ്മുടെ ഫാദർ ആ പുള്ളിക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? ആ ഒരു സാക്രമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു ഇന്നലെ, മരിക്കുന്നതിന് മുൻപ് കൊടുക്കുന്ന ഒരു ചടങ്ങിനെയാണ് നമ്മൾ സാക്രമെൻറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു സാക്രമെൻറ്റ് കൊടുത്തത് കൊണ്ട് അദ്ദേഹത്തിനൊരു ഹാപ്പി ഡെത്ത് അവിടെ കിട്ടി എന്നാണ് അവിടെ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, ആ ഒരു ലൈൻസിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആസ് മെറി ആസ് എ ബേർഡ്, the old priest Peter Gilligan, he knelt him at that world. Her husband died a happy death. Hearing this, Father Gilligan knelt on the ground. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഹാപ്പി ഡെത്ത് കിട്ടിയത് കാരണം അവസാനത്തെ ലൈൻസിലേക്ക് വരുമ്പോഴേക്കും ആണ് he knelt him at that world. അദ്ദേഹം മുട്ടുകുത്തി എന്ത് പറയുന്നു? മുട്ടുകുത്തി ആ ഗ്രൗണ്ടിൽ ഇങ്ങനെ നിന്നുകൊണ്ട് ദൈവത്തിനോട് നന്ദി പറയുന്നതായിട്ട്, നന്ദി എന്നല്ല പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ഉദ്ദേശിച്ച് ഈ സ്റ്റാൻസ ഇവിടെ നിർത്തുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, നമുക്ക് ഒന്നും കൂടി ഒന്ന് വായിക്കാം. വെൻ യു വർ ഗോൺ ഹി ടേൺഡ് ആൻഡ് ഡൈഡ്. നിങ്ങൾ പോയപ്പോൾ അദ്ദേഹം മരിച്ചു, അല്ലെങ്കിൽ ഫാദർ ഇന്നലെ വന്ന് പോയ പിന്നെ അദ്ദേഹം മരിച്ചു. ആസ് മെറി ആസ് എ ബേർഡ്, ഒരു ഹാപ്പി ഡെത്താണ് അദ്ദേഹത്തിന് കിട്ടിയത്. ബിക്കോസ് ഓഫ് വാട്ട്? ഹി ഗേവ് എ സാക്രമെൻറ്റ് ബിഫോർ ഹി വാസ് ഡൈഡ്. The old priest Peter Gilligan, he knelt him at that word. ആ വേർഡ് അല്ലെങ്കിൽ മുട്ടുകുത്തി നിന്ന് അദ്ദേഹം ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതായിട്ട് ഈ സ്റ്റാൻസ അവസാനിക്കുന്നു. In this stanza, the poet says that the sick man's wife told Father Gilligan that after he had left, her husband died a happy death. Hearing this, Father Gilligan knelt on the ground. Okay.
So move to the next stanza, that is 11th stanza. He who hath made the night of stars for souls who tire and bleed, sent one of his great angels down to help me in my need. അപ്പോൾ എന്താ പറയുന്നത്? ഹീ ഹൂ ഹാത്ത് മെയ്ഡ് ദ നൈറ്റ് ഓഫ് സ്റ്റാർസ്. ഹീ ഹൂ ഹാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാവിൻ്റെ ഓൾഡ് ഇംഗ്ലീഷ് ഫോമിലെങ്കിൽ സിംഗുലർ തേർഡ് പേഴ്സണിൽ വരുമ്പോൾ യൂസ് ചെയ്യുന്ന ഹാവിന് പകരം യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് എന്ത്? ഹാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹീ ഹൂ ഹാവ് മെയ്ഡ് ദ നൈറ്റ് ഓഫ് സ്റ്റാർസ് ഫോർ സോൾസ് ഹൂ ടയർ ആൻഡ് ബ്ലീഡ്. അപ്പോൾ നമ്മുടെ ഫാദർ അവിടെ സംസാരിക്കുന്നതായിട്ടാണ് ഈ സ്റ്റാൻസയിൽ നമുക്ക് കാണുന്നത്. അതിൻ്റെ സമ്മറി പോർഷൻ ഒന്ന് നോക്കാം. ഇൻ ദിസ് സ്റ്റാൻസ വി ഹിയർ ഫാദർ ഗിലിഗൻ സ്പീക്കിംഗ്, അല്ലേ? ഈ ഒരു സ്റ്റാൻസയിൽ നമ്മൾ കാണുന്നത് ഫാദർ ഗിലിഗൻ സംസാരിക്കുന്നതായിട്ടാണ്. എങ്ങനെയാണ്? മുട്ടുകുത്തി നിന്നുകൊണ്ട് സംസാരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഹി സേസ് ദാറ്റ് ഗോഡ് ഹാഡ് ക്രിയേറ്റഡ് ദ starry sky to comfort the souls of the sick and the dying, and that same God must have sent one of his to take Father's Gilligan place at the beside of the dying man. അപ്പം മുട്ടുകുത്തി നിന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ദൈവത്തിനോട് എന്താ പറയുന്നത്? ഈ ഒരു സ്റ്റേറി സ്കൈ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സ്കൈനെയാണ് നമ്മൾ സ്റ്റേറി സ്കൈ, അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂവിൽ കുറേ നക്ഷത്രങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ആ ഒരു സ്കൈനെയാണ് നമ്മൾ സ്റ്റേറി സ്കൈ എന്ന് പറയുന്നത്. ഓക്കെ, ഡാർക്ക് ബ്ലൂ ആയിരിക്കും ആ സ്കൈ എപ്പോഴും. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒരു പെയിൻറ്റർ ഉണ്ട്, എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? വിൻസെൻ്റ് വാൻ ഗോഗ്. ഹി വാസ് എ റഷ്യൻ പെയിൻറ്റർ, ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റിൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണ് എന്തെന്ന് പറയുന്നത് സ്റ്റേറി നൈറ്റ് എന്ന് പറയുന്ന ഒരു പെയിൻറ്റിങ്ങിലും നമുക്ക് കാണാൻ പറ്റുന്ന കളർ എന്താണ്? ഇറ്റ് വാസ് എ ഡാർക്ക് ബ്ലൂ. ഇറ്റ്സ് എ പേർഷ്യൻ ബ്ലൂ കളർ പെയിൻറ്റിംഗ് ആണ് അതിലുള്ളത്. സ്റ്റേറി നൈറ്റ്, പേടിപ്പിക്കുന്ന ഒരു രാത്രി എന്നാണ് ആ ഒരു ഇതിൻ്റെ ഇത് പറയുന്നത്, പെയിൻറ്റിങ്ങിനെ പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു സ്കൈനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദൈവമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ഈ ഒരു സ്കൈ സൃഷ്ടിച്ച ദൈവമേ, സേസ് ദാറ്റ് ഗോഡ് ഹാഡ് ക്രിയേറ്റഡ് ദ സ്റ്റേറി സ്കൈ. എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റേറി സ്കൈ ദൈവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? കംഫർട്ട് ദ സോൾസ് ഓഫ് സിക്ക് ആൻഡ് ദ ഡൈങ്. മരിച്ചുകൊണ്ടിരിക്കുന്നതും ഇല്ലെങ്കിൽ അസുഖം ബാധിച്ചതുമായിട്ടുള്ള സോൾസിന് വേണ്ടി ദൈവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറി നൈറ്റ്. അറ്റ് ദാറ്റ് സെയിം ഗോഡ്, ആ ഒരു സെയിം ഗോഡ് തന്നെ എന്തും കൂടി ചെയ്യുന്നുണ്ട്? നമ്മുടെ ഫാദർ ഗിലിഗണിന് പകരം ഒരു ഏഞ്ചലിനെ ഭൂമിയിലേക്ക് വിട്ടിട്ട് ആ ഒരു സിക്കായിട്ടുള്ള പേഴ്സൺ മരിക്കുന്നതിന് മുൻപ് അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു സാക്രമെൻറ്റ് കൊടുക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ കവി ഇവിടെ പറയുന്നത്. അതാണ് ആ ലൈൻസിൽ പറയുന്നത്. അറ്റ് ദാറ്റ് സെയിം ഗോഡ് മസ്റ്റ് ഹാവ് സെൻഡ് വൺ ഓഫ് ഹിസ് ടു ടേക്ക് ഫാദേഴ്സ് ഗിലിഗൻ പ്ലേസ് അറ്റ് ദ ബിസൈഡ് ഓഫ് ദ ഡൈയിങ് മാൻ. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ആ ഒരു ഫാദർ മുട്ടുകുത്തി നിന്നുകൊണ്ട് ദൈവത്തിനോട് പറയാണ്, എനിക്ക് പകരം ഒരു മാലാഖേനെ, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ എന്തായിട്ടാണ് പറയുന്നത്? ഒരു ഏഞ്ചലായിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു ഏഞ്ചൽ തന്നെ വന്ന് എല്ലാവർക്കും ഒരു ശുശ്രൂഷ കൊടുക്കുന്നുണ്ടല്ലോ എന്ന് ദൈവത്തിനോട് ഇങ്ങനെ കൈവിരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാണ് ഈ ഒരു ലൈൻസിൽ കാണുന്നത്. സെൻഡ് വൺ ഓഫ് ഹിസ് ഗ്രേറ്റ് ഏഞ്ചൽസ് ഡൗൺ ടു ഹെൽപ്പ് ഇൻ മൈ നീഡ്. എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഏഞ്ചൽസിനെ അയക്കുന്നുണ്ടല്ലോ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടിയത്? ഹാപ്പിയിടത്ത് കിട്ടിയതെന്ന് നമ്മൾ ഈ ലാസ്റ്റ് സ്റ്റാൻസയിൽ പറഞ്ഞു. ആസ് മെറി ആസ് എ ബേർഡ് എന്ന് പറഞ്ഞ ആ ഒരു ലൈൻസിൽ പറയുന്നത്. ദ ലാസ്റ്റ് സ്റ്റാൻസ. ഓക്കെ, ലാസ്റ്റ് സ്റ്റാൻസിൽ എന്താ നോക്കുന്നത്? ഹീ ഹൂ ഈസ് റാപ്ഡ് ഇൻ പർപ്പിൾ റോബ്സ് വിത്ത് പ്ലാനറ്റ്സ് ഇൻ ഹിസ് കെയർ ഹാഡ് പിറ്റി ഓൺ ദ ലീസ്റ്റ് ഓഫ് തിങ്സ് അസ്ലീപ് അപ്പോൺ എ ചെയർ. ഈ സ്റ്റാൻസിൽ എന്താ പറയുന്നത് നോക്കാം. ഇതിൽ റാപ്പിഡ് എന്ന് പറഞ്ഞാൽ പൊതിയുക, റോബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൂസായിട്ട് കിടക്കുന്ന ഈ അച്ഛന്മാർ ധരിക്കുന്ന തരത്തിലുള്ള ഡ്രസ്സില്ലേ, അതിനെയാണ് ലൂസായിട്ട് കിടക്കുന്ന ഡ്രസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? റോബ് എന്ന് പറയുന്നത്. വിത്ത് പ്ലാനറ്റ്സ് ഇൻ ഹിസ് കെയർ ഹാഡ് പിറ്റി ഓൺ ദ ലീസ്റ്റ് ഓഫ് തിങ്സ് അസ്ലീപ് ഓൺ എ ചെയർ. ഇൻ ദിസ് സ്റ്റാൻസ ഫാദർ ഗിലിഗൻ കണ്ടിന്യൂസ് ടു സ്പീക്ക്. ദൈവത്തിനോട് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുന്നത് നോക്കാം. ഹീ സേസ് ദാറ്റ് ഗോഡ് ഈസ് എ കിങ് ഇൻ എ പർപ്പിൾ റോബ്. ആ ഒരു ലൂസായിട്ടുള്ള വസ്ത്രം ധരിച്ച, പർപ്പിൾ കളറിലുള്ള റോബ്സ് ധരിച്ച ഒരു ദൈവം എന്ന് പറയുന്നത് ഒരു കിങ് ആയിട്ട് അദ്ദേഹം പറയുന്നു. സേസ് ദാറ്റ് ഗോഡ് ഈസ് എ കിങ് ഹു വെയർ ഇൻ പർപ്പിൾ റോബ്സ് ആൻഡ് ഓൾ ദ പ്ലാനറ്റ്സ് ആർ ഇൻ ഹിസ് ഡൊമിനിയൻ.
സ്റ്റാർസ് എന്താണ്? കിങ്ങിന് ചുറ്റും നിൽക്കുന്ന പടയാളികളെ പോലെ, ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഏഞ്ചൽസിനെ പോലെയാണ് സ്റ്റാർസിനെ ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ദ പ്ലാനറ്റ്സ് ആർ ഇൻ ഹിസ് ഡോമിനേഷൻ. അവിടെ കൊടുത്തിരിക്കുന്ന പ്ലാനറ്റ്സ് ആരാണ്? ദൈവത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മാലാഖമാരെ പോലെ അല്ലെങ്കിൽ ഡൊമൈൻസിനെ പോലെയാണ് കാണിക്കുന്നത്. However, he is so merciful that he even had pity on such a meager creature as Father Gilligan while he was asleep on his chair. എന്താണ്? അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ, നമ്മുടെ ഈ ഒരു ഫാദർ ഗിലിഗൻ കസേരയിൽ ഇരുന്നപ്പോഴാണ് എന്ത് കേട്ടത്? ആ ഒരു പിറ്റിഫുൾ സൗണ്ട് കേട്ടതല്ലേ? മാവ്രോൺ മാവ്രോൺ എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട് കേട്ടെന്ന് പറഞ്ഞില്ലേ? അതിനു മുൻപേ നമ്മുടെ ഫാദർ അവിടെ ആ ഒരു വീട്ടിലെത്തുന്നതിന് മുൻപേ ആ സിക്ക് മാൻ അല്ലെങ്കിൽ ആ ഒരു പുവർ മാൻ മരിച്ചു എന്ന് പറയുന്നുണ്ട്. മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഫാദറിന് പകരം ഏഞ്ചൽ വന്നിട്ട് അവിടെ ഒരു സാക്രമെൻറ്റ് കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ ഇതുവരെ കണ്ടതല്ലേ? അപ്പോൾ അദ്ദേഹം അതിന് ദൈവത്തിനോട് നന്ദി പറയുന്നതായിട്ടാണ് ഈ ഒരു പോയം അവസാനിക്കുന്നത്. അതാണ് പറയുന്നത്, ഹാഡ് പിറ്റി ഓൺ ദ ലീസ്റ്റ് ഓഫ് തിങ്സ് അസ്ലീപ്പ് അപ്പോൺ എ ചെയർ. ഞാൻ എൻ്റെ ചെയറിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പോലും എനിക്ക് വേണ്ടി ദൈവം ഒരു ദൂതനെ ആ ഒരു പൂർ മാനിന് സാക്രമെൻറ്റ് കൊടുക്കാൻ വേണ്ടി അയച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നതായിട്ടാണ് ഈ ഒരു പോയം അവസാനിക്കുന്നതെന്നാണ് നമ്മുടെ പോയറ്റ് പറയുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? ഇത് കുറച്ചൊന്ന് ഡിഫിക്കൽട്ടാണ്. ആ ഒരു ലാസ്റ്റ് സ്റ്റാൻസാസ് നിങ്ങളത് മനസ്സിലാക്കി തന്നെ പോകണം കേട്ടോ. ഇൻ ദിസ് സ്റ്റാൻസ ഫാദർ ഗിലിഗൻ കണ്ടിന്യൂസ് ടു സ്പീക്ക് ടു ഗോഡ് ദാറ്റ്. എങ്ങനെയാണ് ദൈവത്തിനെ വർണ്ണിക്കുന്നത്? ഹി സേസ് ദാറ്റ് ഗോഡ് ഈസ് എ കിങ് ഹു വെയർ എ പർപ്പിൾ റോബ് ആൻഡ് ഓൾ ദ പ്ലാനറ്റ്സ് ആർ ഇൻ ഡൊമൈൻസ്. പ്ലാനറ്റിന് ചുറ്റും അല്ലെങ്കിൽ പ്ലാനറ്റ് ആ ഒരു ഡൊമൈൻസിൽ നിൽക്കുന്ന ആ ഒരു ദൈവത്തിന് വേണ്ടിയിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, എന്തിനാണ് നന്ദി പറയുന്നത്? ഹൗ ഹീ ഈസ് സോ മേഴ്സിഫുൾ ദാറ്റ് ഹീ ഈവൻ ഹാഡ് പിറ്റി ഓൺ സച്ച് എ മീഗർ ക്രിയേച്ചർ ആസ് ഫാദർ ഗിലിഗൻ വൈൽ ഹി വാസ് അസ്ലീപ്പ് ഓൺ ഹിസ് ചെയർ. എൻ്റെ ചെയറിൽ ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ പോലും എനിക്ക് വേണ്ടി ആ ഒരു പാവം മനുഷ്യനെ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലാസ്റ്റത്തെ ഒരു പ്രെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മാലാഖി അയച്ച ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കവിത അവസാനിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ലൈൻസിലുള്ളത്. And is the poor man dead? He cried. He died an hour ago. The old priest Peter Gilligan in grief's weighed to and fro. When you were gone, he turned and died as merry as a bird. അല്ലേ? അത് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു സന്തോഷമാണ്. പിന്നീട് ദൈവമേ, ആ മുട്ടുകുത്തി നിൽക്കുന്ന ആ ഒരു അവസ്ഥ, സിറ്റുവേഷൻ ആണ് അടുത്ത ലൈൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. The old priest Peter Gilligan, he knelt him at that word. He who hath made the night of stars for souls who tire and bleed, send one of these great angels down to help me in my need. He who is wrapped in purple robes with planet in his care, had pity on the least of things asleep upon a chair. ഇതാണ് നമ്മുടെ വില്യം ബട്ട്ലർ യീറ്റ്സിൻ്റെ അതിമനോഹരമായിട്ടുള്ളൊരു ബലാഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. And next we were moved to the exact meaning of that stanzas. ആ സ്റ്റാൻസാസിൻ്റെ ഒരു കുറച്ച് മീനിങ് പാട്ടും കൂടി കുറച്ചും കൂടി ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതും കൂടി നമുക്കൊന്ന് പറഞ്ഞു പോകാം കേട്ടോ. ലാസ്റ്റ് 4 സ്റ്റാൻസയുടെ തന്നെ സമ്മറി പോർഷനാണിത്. Father Gilligan asks whether the man died and the wife replies that he died an hour ago. In sadness the priest walks to and fro. അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഫാദർ നടക്കുന്നുണ്ട്. He was weighed to and fro. The woman replies that after the priest leaves, he died in a peaceful manner. Hearing such word, Father Gilligan kneels on the floor. അല്ലെ, അത് കേൾക്കുമ്പോൾ തന്നെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മരണമാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫാദർ ഗിലിഗൻ വാസ് മുട്ടുകുത്തി നിന്നുകൊണ്ട്, നീൽസ് ഓൺ ദ ചെയർ, മുട്ടുകുത്തി നിൽക്കുക എന്നാണ് പറയുന്നത്. And he was raised to the God has made the stars at night to comfort the souls. God might have sent one of the angels to help him. അല്ലേ, അദ്ദേഹത്തിന് വേണ്ടി ഒരു ദൂതനെ അയച്ച ദൈവത്തിനോട് നന്ദി പറയുന്നു. God is a king in purple color robes. അല്ലേ, ഗോഡ് എന്ന് പറയുന്നാൽ ഒരു പർപ്പിൾ കളർ റോബ്സ് ധരിച്ച ഒരു കിങ്ങിനെ പോലെ ഇങ്ങനെ
ഇരിക്കുന്നു. God might have sent one of his robots and takes care of all the planets. എല്ലാ പ്ലാനറ്റ്സിലുള്ള ഓരോരുത്തരെയും രക്ഷിക്കാനായിട്ട് ദൈവം ഒരു കിങ്ങിനെ പോലെ ഇരിക്കുന്നു. ഇറ്റ് ഷോസ് ദാറ്റ് ഗോഡ് ഹാസ് മെനി ബിഗ് റെസ്പോൺസിബിലിറ്റീസ്. അല്ലേ, ഒരുപാട് വലിയ വലിയ റെസ്പോൺസിബിലിറ്റീസ് ആണ് ആർക്കുള്ളത്? ദൈവത്തിനുള്ളതെന്ന് പറയുന്നു. Even with such responsibility, God had pity on a simple person like Father Gilligan when he slept. അത്രയും ദൈവത്തിനോട് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയായിരുന്നു ആര്? ഫാദർ ഗില്ലിഗൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ദൈവത്തിന് എന്ത് തോന്നിയിട്ടുണ്ടാകും അല്ലേ? ഫാദർ ഗില്ലിഗൻ ഭയങ്കര ടയേർഡാണ് എല്ലാം കൊണ്ടും. അതുകൊണ്ട് ദൈവം തന്നെ ആരെ അയക്കുന്നു? ഒരു ദൂതനെ ആ ഒരു സിഗ്മാന് വേണ്ടിയിട്ട് അയക്കുന്നു. Even with such responsibility, God had pity on a simple person like Father Gilligan when he slept. Father Gilligan feels grateful to God for being kind and merciful to him. The poem shows the love and care of God for whom all the leaves are equal and important. ഈ ഒരു പോയം തരുന്ന ഏറ്റവും വലിയ പാഠം എന്താണ്? ദൈവം എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത് എന്നുള്ള ഒരു പാഠം അല്ലെങ്കിൽ ഒരു ലെസൺ ആണ് നമുക്ക് കിട്ടുന്നത്. The poem shows the love and care of God for whom all the leaves are equal and important. ഈക്വലായിട്ടും ഇമ്പോർട്ടൻ്റുമായിട്ടാണ് എല്ലാവരെയും ദൈവം കാണുന്നത് എന്നുള്ള വലിയൊരു പോയിൻ്റാണ് ഈ ഒരു പോയത്തെ കൂടി നമുക്ക് കിട്ടുന്നത്. And we were moving to the meaning part. The first word is, we know that word is swayed. To move rhythmically backward and forward. In this stanza we can see that the priests were walked while listening that pathetic situation of that woman, and the priests were swayed to and fro. That is the word meaning. Swayed means to move rhythmically backward and forward. And the next word is knelt. Knelt means fall to one's knee. അതായത് മുട്ടൂത്തി നിൽക്കുക. kneel in the ground എന്ന് പറയുന്ന, kneels on the ground, മുട്ടൂത്തി നിൽക്കുന്നതിനെയാണ് നമ്മൾ നെൽറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പാസ്റ്റ് ഫോം ഓഫ് നീസിൻ്റെ പാസ്റ്റ് ഫോം ആണ് എന്ത്? നെൽറ്റ്. ഹാത്ത് എന്ന് പറഞ്ഞാൽ ദ തേർഡ് പേഴ്സൺ സിംഗുലർ പ്രസൻറ്റ് ഓഫ് ഹാവ്. അതായത് പഴയ ഓൾഡ് ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഹാവിന് പകരം യൂസ് ചെയ്യുന്ന ഒരു വേർഡും കൂടിയാണ് എന്തെന്ന് പറയുന്നത്? ഹാത്ത് എന്ന് പറയുന്നത്. ഓറെ സിംഗുലർ പ്രസൻറ്റ് ഫോം ഓഫ് ഹാവിനെ നമ്മൾ ഹാത്ത് എന്ന് പറയുന്നുണ്ട്. And the next word is robe, a long loose piece of cloth. That is, lines നമുക്ക് കാണാം. The god wearing a robe, a purple robe, and just like a king. A long loose piece of cloth-നെയാണ് robe എന്ന് പറയുന്നത്. And the last word is wrap. That means to cover. ദൈവം എല്ലാവരെയും ഇങ്ങനെ ചേർത്ത് കവർ ചെയ്ത് പിടിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു ഇതിനെ നമുക്ക് റാപ്പ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ലൈൻസിൽ അങ്ങനെയല്ല. റാപ്പിഡ് ഇൻ പർപ്പിൾ റോബ്സ് എന്നാണ് നമ്മുടെ ലൈൻ പറയുന്നത്. അതായത് ഈ റോബ്സ് കൊണ്ടിങ്ങനെ മൂടി, കിങ്ങിൻ്റെ ഡ്രസ്സ് കണ്ടിട്ടില്ല, ഇങ്ങനെ വലിയൊരു കോട്ട് പോലത്തെ ഒരു റോബ്, അങ്ങനത്തെ ഒരു സംഭവത്തിനെയാണ് നമ്മൾ റോബ് എന്ന് പറയുന്നത്. അത് ഇങ്ങനെ റാപ്പ് ചെയ്തിരിക്കുന്നു ദൈവത്തിൽ എന്നാണ് കാണിക്കുന്നത്. ജസ്റ്റ് ലൈക്ക് എ ക്ലോത്ത്. അതുകൊണ്ട് ഉദ്ദേശിച്ചാൽ മതി, വേറെ ഒന്നുമില്ല കേട്ടോ. മനസ്സിലായോ? അപ്പോൾ മീനിങ്സ് എല്ലാവരും നോട്ടിലേക്ക് എഴുതിയെടുക്കണം, മറന്നു പോരുത് കേട്ടോ. And we just move to the note of appreciation. The appreciation of the poem is important part for your exam. So എല്ലാവരും ഈ അപ്രിസിയേഷൻ പഠിച്ചിരിക്കണം കേട്ടോ. നമുക്ക് നോക്കാം, അപ്രിസിയേഷൻ നോക്കാം കേട്ടോ. The Ballad of Father Gilligan. It's an appreciation note. All of you listen it carefully. The poem, The Ballad of Father Gilligan, by the renowned Irish poet William Butler Yeats, is a typical ballad. Composed in quatrains with rhyme scheme of ABCB. നമുക്ക് ഈ റൈമിങ് സ്കീമൊക്കെ ഓരോ ഇതുണ്ടല്ലോ, പേഴ്സോണിഫിക്കേഷൻ, സിമിലി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പോയത്തിൽ പഠിക്കുന്നില്ലേ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ. അടുത്തൊരു ക്ലാസ്സിലായിരിക്കും നമ്മളത് വിശദീകരിച്ച് പഠിക്കുന്നത്. നിങ്ങൾ അപ്രിസിയേഷൻ ജസ്റ്റ് ഒന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് വായിച്ചു പോയി, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ബാക്കി മീനിങ്സ് ആണ് ഇന്ന് നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ പഠിക്കേണ്ടത് ഇതാണ്. The poem narrates the tragic story of priest Peter Gilligan. നമുക്കറിയാം ഈ ഒരു പോയം എന്ന് പറഞ്ഞാൽ ഫാദർ ഗില്ലിഗൻ്റെ ഒരു സാഡ്ഫുൾ അല്ലെങ്കിൽ ഒരു ട്രാജിക് സ്റ്റോറിയാണ് കംപ്ലീറ്റ്ലി നമുക്ക് കാണാൻ പറ്റുന്നത്. The poem deals with the themes of the
പിറ്റി ഓഫ് ദ ഓൾഡ് പ്രീസ്റ്റ്. ഭയങ്കര പിറ്റിഫുള്ളായിട്ടുള്ള ഒരവസ്ഥ, അദ്ദേഹത്തിന് ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ എത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമമാണ് ഈ ഒരു കംപ്ലീറ്റ് ത്രൂ ഔട്ട് ദി പോയത്തിൽ, ഈ ഒരു ബലാഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പോയം എന്ന് പറയേണ്ടത് നിങ്ങൾ ജസ്റ്റ് ബലാഡ് എന്ന് പറഞ്ഞാൽ മതി. എന്താ പഠിക്കുന്നത്? ഇപ്പോൾ ബലാഡാണ് പഠിക്കുന്നത്. ഓക്കെ. And the poem deals with the theme of the pity of the old priest, the death and miseries of his parishioners, and the limitless love and mercy of God. എന്താണ് ഈ പോയത്തിൻ്റെ തീമെന്ന് ഈ ഒരു സെൻറ്റൻസിൽ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ പഠിക്കുക. എന്താണ് പോയം എന്താണ് ഡീൽ ചെയ്യുന്നത്? ഡീൽസ് വിത്ത് ദ തീംസ് ഓഫ് ദ പിറ്റിഫുൾനെസ് ഓഫ് അവർ ഫാദർ ഗിലിഗൺ, the death and the miseries of his parishioners, and the limitless love and mercy of God. അല്ലേ? The priest is very tired and upset because half of his parishioners are either dead or sick due to an epidemic. He is in service of them day and night. Day to night വരെ ആ ഒരു പാരിഷണേഴ്സിൻ്റെ ആ ഒരു സിക്ക് മൊമെൻറ്റ് അതൊന്നും അതിന് വേണ്ടിയിട്ട് അദ്ദേഹം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഓരോ ജോലിയിലായിട്ട് ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബീങ് വെരി ടയേർഡ് ആൻഡ് അപ്സെറ്റ്, വൺ ഈവനിങ് ഹി മ്യൂട്ടഡ്, ഹി ഹാഡ് നോ റെസ്റ്റ്, നോ ജോയ് ആൻഡ് നോ പീസ്. ഒരു ദിവസം വൈകിട്ട്, അതാണ് നമ്മൾ പോയത്തിൽ പഠിക്കുന്നത്. ഒരു ദിവസം വൈകിട്ട് അദ്ദേഹം ദൈവത്തിനോട് ഇങ്ങനെ പറയുകയാണ്, വിഷമിച്ചിട്ട് പറയാണ്, എനിക്കൊരു സമാധാനമില്ല, എനിക്കൊരു ജോയ്നെസ് ഇല്ല, ഐ ഹാവ് നോ ഹാപ്പിനെസ്, joy and peace. Soon he realized his mistake and prayed to God for forgiveness. നമ്മൾ നോക്കിയിരുന്നു forgive ചോദിക്കുന്നു. His mistake and prayed to God for forgiveness, and in the prayer he fell asleep leaning over a chair. ഒരു കസേരയിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം ഇന്ന കാര്യങ്ങളൊക്കെ ദൈവത്തിനോട് പറഞ്ഞ് മാപ്പ് ചോദിക്കുന്നത്. He could not attend the last moment of a dying man. അല്ലേ? ഒരു ഡൈയിങ് മാൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിൽ ആ ഒരു സാക്രമെൻ്റ് അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്താണ് അദ്ദേഹം വിഷമിക്കുന്നത്. ഹി വാക്കപ്പ് ഓൺലി ഇൻ ദ ഫോളോയിങ് മോർണിംഗ് അറ്റ് ദ ടൈം ഓഫ് സ്പാരോ ചിർപ്പ്. അല്ലേ? അദ്ദേഹം അവിടെ കിടന്ന് ഉറങ്ങിപ്പോകുന്നു. പിറ്റേ ദിവസം രാവിലെ ഒരു സ്പാരോ ചിർപ്പിംഗ് കേട്ടിട്ട് അദ്ദേഹം എഴുന്നേൽക്കുന്നു. ഹി റിയലൈസ്ഡ് ഹിസ് ഫെയിലർ ഓഫ് ഡ്യൂട്ടി ആൻഡ് സൂൺ ഹി റൗസ്ഡ് ഹിസ് ഹൗസ് ആൻഡ് റോഡ് ടു ദ സിക്ക് മാൻസ് ഹൗസ്. അല്ലേ? അദ്ദേഹം എന്ത് കേൾക്കുന്നതാണ്? ഇത് കേൾക്കുന്നില്ലേ? ആരുടെയോ ഒരു മാവ്രോൺ കേട്ടിട്ട്, മാവ്രോൺ ആ സൗണ്ട് കേട്ടിട്ടാണ് കഷ്ടം എന്നുള്ള ആ ഒരു വോയിസ് കേട്ട് അദ്ദേഹം ചാടി എണീറ്റ് അദ്ദേഹത്തിൻ്റെ കുതിരയെ എടുത്തുകൊണ്ട് ആ ഒരു കല്ലും മുള്ളും മണ്ണും ചെളിയും നിറഞ്ഞ ആ വഴി കൂടി അദ്ദേഹം ഇതുവരെ ഓടിക്കാത്ത രീതിയിൽ ആ കുതിരനെ കൊണ്ട് ഓടിച്ചു പോകുന്നു. He realized his failure of duty and soon he roused his horse and rode to the sick man's house with little care. When he reached the house, the sick man's wife asked the priest in surprise why he came again. അദ്ദേഹം ഇന്നലെ വന്ന് പോയേ ഉള്ളൂ, അല്ലെങ്കിൽ രാവിലെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഫാദർ വന്നിരിക്കുന്നത് എന്ന് ആ വൈഫിന് വളരെ ആകാംക്ഷ നിറഞ്ഞ ആ ഒരു വൈഫ് ഇങ്ങനെ നോക്കുകയാണ് അദ്ദേഹത്തെ. എന്നിട്ട് എന്താണ് ചോദിക്കുന്നത്? ഷീ ഓൾസോ ടോൾഡ് ദാറ്റ് ദ മാൻ ഹാഡ് ഡൈഡ് an hour earlier as merry as a bird. അല്ലേ? ആ ഒരു മെറി ആസ് എ ബേർഡിൻ്റെ ആ ഒരു ഹാപ്പിനെസ്സോടു കൂടിയാണ് അദ്ദേഹം മരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഹാപ്പി ഡെത്താണ് അദ്ദേഹത്തിന് കിട്ടിയേക്കുന്നതെന്ന് നമ്മുടെ ഫാദറിനോട് നമ്മുടെ ആ ഒരു പുവർ മാൻ്റെ വൈഫ് പറയുന്നു. From the wife's words, the priest understood that God had sent an angel to do his duties in his absence. അപ്പോൾ അദ്ദേഹം എന്താണ് മനസ്സിലാക്കുന്നത്? എൻ്റെ ആ ഒരു ആബ്സെൻസിലും ദൈവം എനിക്ക് വേണ്ടി ഒരു ദൂതനെ, ആ ഒരു പാവം മനുഷ്യന് വേണ്ടി അയച്ചല്ലോ എന്ന് ഓർത്ത് ദൈവത്തിനോട് നന്ദി പറയുകയാണ് ഈ ഒരു പോയത്തിൻ്റെ അവസാനത്തെ സ്റ്റാൻസയിൽ കാണിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു ലവും കെയറും എല്ലാമാണ് നമുക്ക് ഈ ഒരു സ്റ്റാൻസയിൽ, ഈ ഒരു കംപ്ലീറ്റ് ബലാഡിൽ, ഓവറോൾ ബലാഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ. He knelt in prayer and praised God, saying that the most powerful God with planets in his care showed mercy upon him, the silliest of God's creation. അല്ലേ? അദ്ദേഹം ദൈവത്തിനോട് നന്ദി പറയുന്നു. ഈ ഒരു പ്ലാനറ്റ്സിന് ഒരു കിങ്ങായിട്ട് വാഴുന്ന ഒരു ദൈവത്തിനോട് അദ്ദേഹം നന്ദി പറയുന്നു. എല്ലാവരും ഒരുപോലെ കാണുന്ന ദൈവത്തിനോട് നന്ദി പറയുന്നു. ഒരു സിക്ക് മാനെന്നോ പുവർ മാനെന്നോ റിച്ച് മാനെന്നോ ഇല്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ആ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ സ്റ്റാൻസ് അവസാനിക്കുന്നത്.
ആൻഡ് ദ ലാസ്റ്റ് പാരഗ്രാഫ്, ഈ ഒരു അപ്രിസിയേഷൻ ഓഫ് ദ പോയത്തിൽ നമുക്ക് ലാസ്റ്റ് കാണാൻ പറ്റുന്നത് അതിൻ്റെ പോയറ്റിക് ഡിവൈസസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ദ ഓപ്പണിംഗ് ലൈൻ ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ ഈസ് റിപ്പീറ്റഡ് 4 times അല്ലേ. നമുക്ക് കാണാം ഇത് ഈ ഒരു പോയം തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് പ്രാവശ്യം നമ്മുടെ ഈ ഫാദറിൻ്റെ പേര് ഇങ്ങനെ പറയുന്നുണ്ട്. ഈസ് റിപ്പീറ്റഡ് 4 times വിച്ച് ക്യാൻ ബി ടേക്കൻ ആസ് ആൻ എക്സാമ്പിൾ ഓഫ് റെഫ്രെയിൻ. റെഫ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പോയത്തിൽ തന്നെ യൂസ് ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ആ ഒരു വേർഡ്സിനെയാണ് നമ്മൾ ഇറ്റ്സ് ആൻഡ് പോയറ്റിക് ഡിവൈസ് ആണ്, അതിനെയാണ് റെഫ്രെയിൻ എന്ന് പറയുന്നത്. And there are many examples of alliteration in the poem such as priest Peter, die and die, mavron the poem. Alliteration എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ? അടുത്ത ക്ലാസ്സിൽ എനിക്ക് ആ ഒരു പോയറ്റിക് ഡിവൈസിൻ്റെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ. ജസ്റ്റ് നമുക്കിതിപ്പോൾ വായിച്ചു പോവാം. അലിട്രേഷൻ എന്തൊക്കെയാണ്? പോയം സച്ച് ആസ് പ്രീസ്റ്റ് പീറ്റർ, ഡൈഡ് ആൻഡ് ഡൈ, അതായത് ഒരേപോലെ വരുന്ന അവസാനിക്കുന്ന ഒരേ വേർഡ് പോലെ വരുന്നതിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയുന്നത്. മാവ്രോൺ ദ മാൻ, നോ റെസ്റ്റ്, നോർ ജോയ്, നോർ പീസ് എക്സെട്രാസ് ഒക്കെ നമ്മൾ അലിട്രേഷനിലേക്ക് വരും. ദ വേർഡ് ആൻഡ് ഈസ് റിപ്പീറ്റഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് സെവറൽ സക്സസീവ് ലൈൻസ് വിത്ത് ആൻ എക്സാമ്പിൾ ഓഫ് അനഫോറ. അനഫോറ എന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പോവാം. And the priest riding horse down and dusk with the presence of moths are examples of visual images. നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പോയം വായിക്കുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് തിങ്സ് വിത്ത് അവർ മൈൻഡ്. നമ്മുടെ മൈൻഡിൽ ആ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ ഒരു വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിഷ്വൽ ഇമേജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണുന്ന ഒരു ലൈൻ ഏതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഹോഴ്സിനെ ഓടിക്കുന്ന ആ ഒരു ഇതും പിന്നെ മോത്ത് ഈവനിങ്ങും ആ സന്ധ്യാസമയം നമ്മുടെ മനസ്സിലേക്ക് വരില്ലേ? അതേപോലെ തന്നെ ആ കല്ലും മുള്ളും നിറഞ്ഞ വഴി കൂടി ഈ ഹോഴ്സിനെ റോൾ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനും നമുക്കിവിടെ കാണാൻ പറ്റും. ദ ചിപ്പ് ഓഫ് സ്പാരോ, ദ പ്രീസ്റ്റ് ക്രൈ ഓഫ് മാഫ്രോൺ ക്യാൻ ബി ടേക്കൻ ആസ് ആൻ ഓഡിറ്ററി ഇമേജസ്. ഓഡിറ്ററി ഇമേജ് എന്താണ്? നമ്മൾക്ക് ഒരു ലൈൻസ് വായിക്കുമ്പോൾ അത് നമ്മുടെ ചെവിയിൽ ഇങ്ങനെ കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ളത്. ഓഡിറ്ററി നമുക്കത് നമ്മുടെ മനസ്സിലേക്ക് ആ സൗണ്ട് വരുന്ന ലൈൻസിനാണ് നമ്മൾ ഓഡിറ്ററി ഇമേജസ് എന്ന് പറയുന്നത്. വി ക്യാൻ സീ ദാറ്റ് ലൈൻസ് ത്രൂ അവർ ഇയേഴ്സ്, വി ക്യാൻ ഹിയർ ദാറ്റ് തിങ്സ്. എന്താണ്? നമുക്കറിയാം ആ ഓടിക്കുന്ന സൗണ്ട് അല്ലേ, കുതിരേനെ ഓടിക്കുന്ന ആ ഒരു സൗണ്ട് നമ്മുടെ മനസ്സിലേക്ക് വരും. പിന്നെന്താണ്? സ്പാരോ ചെർപ്പിങ് വരും. പിന്നെ പ്രീസ്റ്റിൻ്റെ ആ ഒരു ക്രൈയിങ്, ദൈവത്തിനോട് ചോദിക്കുന്ന ആ ഒരു സൗണ്ട് നമ്മുടെ മനസ്സിലേക്ക് വരും. അതേപോലെ തന്നെ മാവ്രോൺ, കഷ്ടം എന്നുള്ള ആ ഒരു സൗണ്ട് നമ്മുടെ മനസ്സിലേക്ക് വരും. അതൊക്കെ ഓഡിറ്ററി ഇമേജസിൽ വരുന്നതാണ്. And stars began to peep in is an example of personification. Personification എന്താണ്? അടുത്ത ക്ലാസ്സിൽ നിങ്ങളത് അന്വേഷിച്ചുകൊണ്ട് വരാട്ടോ. ഒരു ആക്ടിവിറ്റിയാണ് നിങ്ങളുടെ വാട്ട് ഈസ് പേഴ്സോണിഫിക്കേഷൻ. ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. സ്റ്റാർസ് ബിഗാൻ ടു പീപ്പ്, നക്ഷത്രങ്ങൾ പതുക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നു എന്ന് പറയുന്നത് ഒരു പേഴ്സോണിഫിക്കേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അടുത്തൊരു എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് വരണം, അടുത്ത ക്ലാസ്സിൽ വരും കേട്ടോ. നമുക്ക് നോക്കാം. ഹീ ഡൈഡ് ആസ് മെറി ആസ് എ ബേർഡ് ഈസ് എ സിമിലി. ഹി ഡൈഡ് ആസ് മെറി ആസ് എ ബേർഡ് ഈസ് എ സിമിലി. സിമിലിയും എന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇത്രയുമാണ് നമ്മുടെ പോയറ്റിക് ഡിവൈസസ് ഈ ഒരു പോയറ്റിൽ വരുന്നത്. ഏതൊക്കെയാണ്? റെഫ്രെയിൻ, അലിട്രേഷൻ, അനഫോറ, വിഷ്വൽ ഇമേജ്, ഓഡിറ്ററി ഇമേജ്, പേഴ്സോണിഫിക്കേഷൻ ആൻഡ് സിമിലി. ദീസ് ആർ സം ഓഫ് ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദിസ് പോയം. ഫിഗർ ഓഫ് സ്പീച്ച് എന്നാണ് ഇതിനെ പറയുന്നതെങ്കിൽ പോയറ്റിക് ഡിവൈസസ് എന്ന് നമ്മൾ പറയും. ഫിഗർ ഓഫ് സ്പീച്ചസ് ആണ് ഈ ഒരു പോയത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? പോയത്തിൻ്റെ അപ്രിസിയേഷൻ നിങ്ങളിത് പാരഗ്രാഫ് വൈസ് അല്ലെങ്കിൽ സ്റ്റാൻസ വൈസിൻ്റെ ചെറിയൊരു അപ്രിസിയേഷനാണ് കൊടുത്തിരിക്കുന്നത്. സിമ്പിളാണിത് പഠിക്കാൻ. ഇത് പഠിക്കുക, എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് റെസ്റ്റ് ഓഫ് ദി ക്വസ്റ്റൻ ആൻസേഴ്സും പോയറ്റിക് ഡിവൈസസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും നോക്കുക. യു ക്യാൻ സീ ഇൻ നെക്സ്റ്റ് ക്ലാസ്. സോ താങ്ക് യു സ്റ്റുഡൻസ്. താങ്ക് യു.